ഹലോ, രാവിലെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ അതിനകത്ത് 2-3 പേര് ഇട്ടേക്കുന്നു, ചേച്ചി ഇപ്പം എന്താ വീഡിയോസൊന്നും ഇടാത്ത കുറവാണല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ, രാവിലത്തെ പരിപാടി ഇതാണ്. രാവിലെ ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കൺമണീൻ്റെ ഓർഡർ ഇതാ അതനുസരിച്ച് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുവാണ്. മാഡം എന്താ സ്ലേറ്റൊക്കെ വെച്ച് അടുത്ത് കിടപ്പുണ്ട്. ഇന്ന് അംഗൻവാടിയിൽ പോയിട്ടില്ല. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നന്ദൂസ് കൂടെ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്നെല്ലാം കഴിയും. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കാനാണ്. എല്ലാം കൂടെ ചുരുട്ടിക്കേറ്റ് ഇത് അടുക്കിക്കകത്ത് വെച്ച് കൊണ്ടുപോകണം. അപ്പോഴത്തേ ഈ ചോദ്യം കേൾക്കുമ്പോൾ ആരാ കൊണ്ടുപോകത്തെ? അങ്ങനെ എൻ്റെ നന്ദപ്പനെയും തൂക്കിക്കൊണ്ട് ഞാനിതാ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്നു. അങ്ങനെ കൊറിയർ എല്ലാം പറക്കി കൊടുക്കുവാണ്. പോയപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കൊറിയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും നോക്കിയില്ലതെ ആ കൊറിയർ മേടിച്ചതാ നേരെ വീട്ടിലോട്ട്. ഇത് കൊറിയർ കൊടുത്ത് നന്ദപ്പൻ്റെ കൈ കൊടുത്തപ്പോൾ അവളെ സന്തോഷിച്ചു. എന്തു അമ്മ ഇതെന്നാണ് ചോദിച്ചാൽ, മോറ് വീട്ടിൽ പോയി പൊട്ടിച്ച് നോക്കാം. ഒട്ടും മടിച്ചില്ല, വീട്ടിൽ പോലും കയറാതെ പടിയിലിരുന്നത് കൊറിയർ പൊട്ടിച്ച് നോക്കുമായിരുന്നു. നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്യൂട്ടായിട്ടുള്ള 2-3 ഡ്രസ്സുകളായിരുന്നു കേട്ടോ. ഡെയിലി വെയർ ആയിരുന്നു കേട്ടോ നന്ദൂസിന്. പേജ് ഏതോ ഒരു പേജ് ലിറ്റിൽ ലവ്സോ അങ്ങനെ എന്തോ പേരായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഏതൊരു പേജ് അയച്ചതാണ്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഇച്ചിരി വലുതായിരുന്നു ഉടുപ്പുകൾ. അവൾ ഇച്ചിരി കൂടെ വലുതായാൽ ഇതൊക്കെ കറക്റ്റായിട്ട് അവർക്ക് ഇടാൻ പറ്റുള്ളെങ്കിലും അയച്ചു തന്നവർക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്തായാലും ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലത്തെ പരിപാടി. പോവുകയാണ്, അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.